60 ദിവസത്തെ ദൈർഘ്യവും 6500-ൽ പരം മൈൽ പിന്നിടുന്നതുമായ ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം. ഒരുപക്ഷെ ലോകം ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് ഒരുങ്ങുകയാണ് അമേരിക്ക. നാഷണൽ യൂക്കറിസ്റ്റിക് റിവൈവലിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം അമേരിക്കയിലെ കത്തോലിക്ക സഭ ക്രമീകരിച്ചിരിക്കുന്നത്. വിശ്വാസി സമൂഹത്തിന്റെ ദിവ്യകാരുണ്യ ഭക്തി പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് നാഷണൽ യൂക്കറിസ്റ്റിക് റിവൈവലിന് ഉള്ളത്. അമേരിക്കയിലെ കത്തോലിക്കർ വിശ്വാസത്തിൽ നിന്നും അകലുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതാണ് നാഷണൽ യൂക്കറിസ്റ്റിക് റിവൈവലിന് തുടക്കമാകുന്നത്. പ്രത്യേകിച്ചും പ്യൂ റിസർച്ചിന്റെ സർവേ ഫലം പുറത്തുവന്നതോടെ വിശുദ്ധ കുർബാനയിൽ കൂദാശ ചെയ്യപ്പെടുന്ന അപ്പത്തിലും വീഞ്ഞിലും ക്രിസ്തു സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണം 1/3 മാത്രമാണ് എന്നായിരുന്നു ആ സർവേ ഫലം. 60 ദിവസങ്ങളും 6500 മൈലുകളും നീളുന്ന ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഏറെ പ്രതീക്ഷയോടെയാണ് അമേരിക്കയിലെ കത്തോലിക്ക സഭ നോക്കിക്കാണുന്നത്. എമ്മാവൂസിലേക്കുള്ള വഴിയിലൂടെ യേശു തന്റെ 2 ശിഷ്യന്മാരോടൊപ്പം നടന്ന ബൈബിൾ ഭാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ദേശീയ എമ്മാവൂസ് നിമിഷം എന്നാണ് ഈ തീർത്ഥാടനത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രമുഖ കാത്തലിക് മിനിസ്ട്രിയായ മോഡേൺ കാത്തലിക് പിൽഗ്രിമിന്റെ സഹകരണത്തോടെയാണ് നാഷണൽ യൂക്കറിസ്റ്റിക് റിവൈവൽ ക്രമീകരിക്കുന്നത്. രാജ്യത്തിന്റെ 4 ദിക്കുകളിൽ നിന്നാണ് ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിക്കുക. 2024-ലെ പെന്തക്കുസ്ത തിരുനാൾ ദിനമായ മെയ് 17-ന് പടിഞ്ഞാറ് ഭാഗത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും, വടക്ക് ബെമെഡ്ജി, മിന്നസോട്ട എന്നിവിടങ്ങളിൽ നിന്നും, കിഴക്ക് ന്യൂ ഹവാൻ, കണക്റ്റിക്യൂട്ട്, തെക്ക് ഭാഗം ബ്രൗൺസ്വില്ലെ, ടെക്സാസ് എന്നീ നഗരങ്ങളിൽ നിന്നുമാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിക്കുക. ഓരോ സ്ഥലത്തു നിന്ന് ആരംഭിക്കുന്ന പ്രദക്ഷിണത്തിന് രക്ഷാധികാരികളായി ഓരോ വിശുദ്ധരെ പ്രഖ്യാപിക്കും. യുഎസിലെ പ്രധാന നഗരങ്ങൾ, ദൈവാലയങ്ങൾ, കത്തോലിക്ക കോളേജുകൾ, പുണ്യസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് സ്റ്റോപ്പുകൾ ഉണ്ടാകും. യാത്രാമധ്യേ വിവിധ ദൈവാലയങ്ങളിൽ ദിവ്യബലി അർപ്പണം, ആരാധന, ദിവ്യബലിയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ തുടങ്ങിയവയും ക്രമീകരിച്ചിട്ടുണ്ട്. അതേസമയം ഞായറാഴ്ചകളിലാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തപ്പെടുക. നാഷണൽ യൂക്കറിസ്റ്റിക് റിവൈവലിന് സമാപനം കുറിക്കുന്ന 2024 ജൂലൈ 16-ന് ഇൻഡ്യാനാപോളിസിൽ നടക്കുന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ 4 ദിക്കുകളിൽ നിന്നും ആരംഭിച്ച ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ സംഗമിക്കും. ദിവ്യകാരുണ്യ കോൺഗ്രസിൽ 1,00,000 പേരുടെ പങ്കാളിത്തമാണ് അമേരിക്കയിലെ കത്തോലിക്ക സഭ പ്രതീക്ഷിക്കുന്നത്. ഏറെ നാളത്തെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം അമേരിക്കയിലെ ക്രൈസ്തവരിൽ വൻ മാറ്റങ്ങൾ നടക്കാൻ ഇടയുള്ളതായാണ് കരുതപ്പെടുന്നത്.